അപ്പോഴേ ആരും മടി കാണിക്കരുത്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഈ കപ്പിന് ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. റേഷൻ കടയിലെ ഗോതമ്പ് പൊടി തന്നെയാണ്. ഇനി ഇത് നനയ്ക്കാൻ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു നല്ല ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം കുറഞ്ഞ് കുറേശ്ശെയായിട്ട് നനച്ചെടുക്കണം. അതായത് നമ്മളെ ചപ്പാത്തിയുടെ പരുവത്തിന് നനച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ 4 ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേവിച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഇടത്തരം സവാള എടുത്ത് പൊടിയായിട്ട് കൊത്തി അരിയണം. നല്ല പൊടിയായിട്ട് വേണം കൊത്തി അരിയാൻ. എന്താ ഇതുപോലെ ഇരിക്കണം. ഈ തരിപ്പ് വരാൻ പാടില്ല. പീസായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കണക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മുറി തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില 2 തണ്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില കയ്യിലുള്ളവർക്ക് മല്ലിയില എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് എടുത്തത്. ഇനി നമുക്ക് ആ ഉരുളൻകിഴങ്ങ് എടുത്ത് നോക്കാം. അപ്പോഴേ ഉരുളൻകിഴങ്ങ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ മാറ്റിയെടുക്കാം എല്ലാത്തിൻ്റെയും. ഇപ്പോൾ നമ്മൾ കോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഈ ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കണം. നല്ലതുപോലെ കുക്കറിൽ വേവിച്ചതാണ്, അതുകൊണ്ട് ഉടഞ്ഞു വരും. എന്നാലും നല്ലതുപോലെ തരിയില്ലാതെ ഉടച്ചെടുക്കണം. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ നല്ലതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്, പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ തക്കാളി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളകും കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഒന്ന് ഞവിടി യോജിപ്പിച്ചെടുക്കണം. ഒന്നും സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ കൈ കൊണ്ട് യോജിപ്പിച്ചാലേ അതങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ലപോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമ്മളിട്ട മസാലകളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇനി ഇത് ഈ ഉരുളൻകിഴങ്ങുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ പുരട്ടി യോജിപ്പിച്ച് എടുക്കണം. ഇത് എല്ലാം നല്ലപോലെ പുരട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി ചപ്പാത്തി പരത്തുന്നതിലേക്ക് പോകാം. ഇതിൽ ഇനി കടുക് വറുത്ത് പാനകത്തിട്ട് ചിക്കി തോർത്തി എടുത്താൽ കുറേ കൂടി ടേസ്റ്റ് കിട്ടും. പക്ഷേ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഇത് കടുക് വറുത്ത് അതിൻ്റെ അകത്തിട്ട് ചിക്കി തോർത്തി എടുക്കണം. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് തടവി ഇപ്പം മാവ് നമ്മളെടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇങ്ങനെ പരത്തി ഇത് ഇച്ചിരി കട്ടിയിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. വെറും നൈസായിട്ട് മറ്റേ സാധാ ചപ്പാത്തി വെറും നൈസായിട്ടല്ല, കുറച്ച് കട്ടിയിലാണ്. എന്നിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലേ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് എടുത്ത് വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കും. ഇങ്ങനെയൊന്നും പറ്റാൻ പാടില്ല.
ഇനി നമ്മളിത് ഈ ഇത് വെച്ച് ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കും. നൈസായിട്ട് പരത്തിയെടുക്കുന്ന നമ്മൾ ബലം പ്രയോഗിച്ച് പരത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെച്ച മിക്സ് ഇങ്ങനെ പൊട്ടി വെളിയിലോട്ട് വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിതുപോലെ പതുക്കെ പതുക്കെ പരത്തിയെടുക്കുന്നത്. കൂടുതൽ സമയം എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും, വലിയ പാടായിട്ടൊക്കെ നമുക്ക് തോന്നും. നമ്മൾ ചെയ്തു തുടങ്ങിയാൽ എളുപ്പമാണ്. നമ്മൾ ആ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുക്കുന്ന താമസമേ ഉള്ളൂ. എന്നിട്ട് ആ മിക്സൊക്കെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുകയാണ്. ഇതിനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ആ പാൻ എല്ലായിടും ഒന്ന് പറ്റത്തക്ക രീതിയിൽ നല്ലതുപോലെ ചൂടായി വരണം. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് പൊള്ളിച്ചെടുക്കാം. പെട്ടെന്ന് കുക്കായി വരും. അപ്പോഴിത് വേഗവും കൂടെ ഒന്ന് നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ പൊള്ളി വരും. ഇങ്ങനെ ഇതിപ്പോൾ ഇച്ചിരി കട്ടി കൂടി ഇത്തിരി വലുതായിട്ടാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഇതുപോലെ താമസം എടുക്കുന്നത്. എപ്പോഴും നമ്മൾ തിരിച്ചിട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിലും തിരിച്ചിടണം. ഇനി ഒന്ന് ചെറുതായിട്ട് കട്ടി കുറച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഇതെപ്പോഴൊരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത് ചെറുതായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ഒന്നുകൂടെ ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് അതിലേക്ക് ഇച്ചിരി നെയ്യ് തടവി കൊടുക്കാം. നെയ്യോ എണ്ണയോ അങ്ങനെ ഏതെങ്കിലും ഇച്ചിരി തടവിയാൽ നല്ലത്, കുറച്ചുകൂടെ ടേസ്റ്റായിട്ടൊക്കെ നല്ലതുപോലെ അതൊക്കെ പൊള്ളിയൊക്കെ വരും. അപ്പോൾ നമ്മൾ പരത്തുന്ന കൂട്ടത്തിൽ ഒക്കെ ഇച്ചിരി പൊട്ടിപ്പോവുകയാണെങ്കിൽ അവിടെ ഇച്ചിരി മാവ് വരെ എടുത്തിടുമ്പോഴത്തേക്ക് അതങ്ങ് അഡ്ജസ്റ്റായി പോവും. അപ്പോൾ ഇവിടെ എല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ്. ഇവിടെ ഇതിപ്പോൾ എല്ലാം കൂടെ 5 എണ്ണം ഉണ്ട്. ബാക്കി 2 നേരത്തെ എടുത്ത് ഇത് എന്നും ഉണ്ടാക്കാം, നമുക്ക് എപ്പോഴും കഴിക്കാം. ഇതിൻ്റെ അകത്തെ ഫില്ലിങ്ങൊക്കെ കണ്ടാൽ ഇത് വെന്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ പൊള്ളി വരുന്നത്. നല്ലതുപോലെ പൊള്ളി വരും വെന്ത് വരുമ്പോൾ. അത് നമുക്ക് പ്രത്യേകം അറിയാവുന്നതാണ്.